ഇനി ഈ ഒരു വണ്ടിയുടെ ടോട്ടൽ കോസ്റ്റ് ഇപ്പോൾ എത്രയായി? ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു 49 സംതിങ് വന്നിട്ടുണ്ട്. അതായത് 14 രൂപയോളം പെയിൻറ്റിങ് ആയി, 7700 സംതിങ് ഫ്ലൈറ്റിംഗ് ആയി. പിന്നെ അത് കഴിഞ്ഞ് 10 രൂപ ലേബർ ചാർജ്, പിന്നെ ഇതിൻ്റെ പാർട്സ്. പാർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നോർമലി മാറേണ്ട രീതിക്കെല്ലാം മാറ്റമുണ്ട്. അതായത് ഇപ്പോൾ ഈ 2 സ്വിച്ചസ്, ത്രോട്ടിൽ, ഇൻഡിവേറ്റ്, ഹാൻഡിൽ, പിന്നെ ഇവിടെ ഡിസ്ക് പാഡ്, 4 കോയിൽ, സീല്, 4 ഇൻഡിക്കേറ്റർ, പിന്നെ സ്പീഡോമീറ്റർ കേബിള്, ക്രൗൺ സെറ്റ്, ഈ ക്രാഷ് ഗാർഡ്, സൈലൻസർ പുതിയതാണ്. പിന്നെ സൈലൻസർ മാറ്റിയതാണ്. പിന്നെ കിക്കർ പുതിയതാണ്. കിക്കർ പ്ലാറ്റ് ചെയ്താൽ പുതിയതിനേക്കാളും പൈസയാവും. അപ്പോൾ അതുകൊണ്ട് കിക്കർ പുതിയതാണ്. ഗിയർ ലിവറും പുതിയതാണ്. പിന്നെ സൈഡ് സ്റ്റാൻഡ് ബെൻഡ് ഉണ്ടായിരുന്നു, അത് മാറിയിട്ടുണ്ട്. ഈ സീറ്റ് ഫുള്ള് തുരുമ്പിച്ച് പോയായിരുന്നു. ഇത് പുതിയതാണ്. പില്ലിയൻ ഹാൻഡിൽ. അപ്പോൾ നമ്മളങ്ങനെ പൊളിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അത്യാവശ്യം ഇത് മാറേണ്ട സാധനങ്ങൾ മാറിക്കൊടുത്താലേ വണ്ടി ഇതുപോലെ ഔട്ട് വരത്തുള്ളൂ. നമ്മൾ വെറുതെ പെയിൻറ്റും പ്ലാറ്റ് ചെയ്തിട്ട് വീണ്ടും പഴയ തന്നെ എടുത്തിട്ട് ഫിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഏതാണ്ട് 15-16 രൂപയ്ക്ക് മുകളിൽ ഇതിന് സ്പെയർ പാർട്സ് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ വാഷിങ്ങിൻ്റെ പൈസ, പിന്നെ ഈ സാധനങ്ങൾ വണ്ടി കൊണ്ടുപോയി ഓട്ടോ ചാർജ്, അങ്ങനെ ബില്ല് വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. കുഴപ്പമില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഒരു ഡെഡ് കണ്ടീഷനിലുള്ള വണ്ടി റീസ്റ്റോർ ചെയ്യുമ്പോൾ പുതിയ വണ്ടിയാണ്. കാര്യം ഈ വണ്ടി ഇതിപ്പോൾ 500 cc 25,000-30,000 കിലോമീറ്ററിനകത്തേ ഓടിയിട്ടുള്ളൂ. മീറ്റർ നോക്കി അറിയാം, അത്ര ഓടിയിട്ടുള്ളൂ. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ വണ്ടി നേരത്തെ എൻ്റെ അടുത്ത് കൊണ്ടുവരുമായിരുന്നു. എനിക്കറിയാവുന്ന ആളാണ്. കടയ്ക്കാരെ തന്നെ ഉള്ള ഒരാളെ വണ്ടിയായിരുന്നു. ഫോട്ടോ കാണും. അത്ര ഡെഡ് കണ്ടീഷനൊന്നും ഇല്ലായിരുന്നു. വണ്ടി അത്യാവശ്യം ഓക്കെ ആയിരുന്നു. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. കളറൊക്കെ ഫെയ്ഡ്, ചെറിയ തുരുമ്പൊക്കെ കയറിയുന്നേ ഉള്ളായിരുന്നു. ഇവിടെ കൂടുതലായിട്ട് ഈ കടൽ തീരത്തുള്ള വണ്ടികളിൽ ഇത് പുതിയ വണ്ടിയാണ്, ഇസഡ് വണ്ടിയാണ്, ഫുള്ള് നശിച്ചു പോയി. അപ്പോൾ ഇതിപ്പോൾ ഫുള്ള് റിസ്റ്റോർ ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇപ്പോൾ നമ്മൾ പൊളിക്കുന്നില്ല. കാര്യം പുതിയ വണ്ടി പൊളിച്ചിട്ട് വെറുതെ പൈസ കളയേണ്ട കാര്യമില്ല. ടാങ്കൊക്കെ നമ്മൾ നൂത്തും. എന്തോ പറ്റിയതാ അറിയത്തില്ല. ടാങ്കൊക്കെ നൂത്തുന്നോ ചെയ്യും. എല്ലാ പരിപാടിയും ഉണ്ട്. നമ്മളിൽ മുമ്പ് പണിത പല റീസ്റ്റോർ ചെയ്ത വീഡിയോസും എൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ നോക്കി അറിയാം. അതിൻ്റെ ഓണറിൻ്റെ അടുത്ത് വെച്ചാൽ അറിയാം. പല വണ്ടിയുടെ ടാങ്കും ഇതിൻ്റെ അപ്പുറം വരുന്നു. അതെല്ലാം നൂത്തി ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനല്ല ചെയ്യുന്നത്, നമുക്കതിനുള്ള ആളുണ്ട്. പിന്നെ ഇത് പുതിയ വണ്ടിയായതുകൊണ്ട് വെറുതെ റീസ്റ്റോർ ചെയ്ത് അവരെ പൈസ കളയേണ്ടതെന്ന് വിചാരിച്ചിട്ട് അവരുടെ തന്നെ പറഞ്ഞു, ഈ തുരുമ്പിച്ച പാർട്സ് എല്ലാം മാറിയിട്ട് ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. പിന്നെ ഇത്രയും പാർട്സ് കൂടെ പെയിൻറ്റ് ചെയ്യും. ബാക്കി ഇതെല്ലാം മാറും. സാധനം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്.